വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കോൺഫ്ലെക്സ് ഷേക്ക്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് കയ്യിലില്ലാത്തവർക്കായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് സിറപ്പ് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിലോട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. 4 മുതൽ 5 ഡ്രോപ്പ് വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 240 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇത് എന്തിൻ്റെ ഷേക്കാണെന്ന് അറിയിക്കാനായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് പൊടിച്ച് ഞാൻ എൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുവാണേ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് എൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.